തുടങ്ങാം. ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് ഭരണഘടന നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എന്താണോ പരീക്ഷയ്ക്ക് ആവശ്യം അത് മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ല, ഭരണഘടനയിൽ കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ എക്സാമിന് എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നോട്ട് തയ്യാറാക്കിയിരിക്കണം. നോട്ട് ക്ലിയർ ആയിട്ട് എഴുതണം, എഴുതി വെച്ച് പഠിക്കണം. അത് മസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് ഈ ക്ലാസ്സിന്റെ അവസാനം ചെറിയൊരു ടെസ്റ്റ് പേപ്പർ നടത്തും. അതിൽ മാർക്ക് എല്ലാവരും കമന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? സംസാരം ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുകയാണെന്ന് വെച്ചാൽ ഓക്കെ ഒന്ന് പറയൂ. ക്ലാസ് തുടങ്ങാം. ഓക്കെ, തുടങ്ങട്ടെ. ഓക്കെ, ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? എം.എൻ. റോയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. ക്ലിയർ ആയോ? എം.എൻ. റോയ് ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. ക്ലിയർ ആയോ? എം.എൻ. റോയ് ആരാണ്? അതേപോലെ തന്നെ എം.എൻ. റോയ് പറഞ്ഞു നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന്. അതേപോലെ ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സ്വരാജ് പാർട്ടി. പാർട്ടി ഏതാ? സ്വരാജ് പാർട്ടി. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. പാർട്ടി ആരാണ്? സ്വരാജ് പാർട്ടി. ക്ലിയർ ആയോ? രണ്ടെണ്ണം ക്ലിയർ ആണോ? പിന്നെ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. എപ്പോഴാണ്? 1946 ഡിസംബർ 6-ന്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? എം.എൻ. റോയ് ആണ്. ആ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ക്ലിയർ ആയോ? രണ്ടെണ്ണം. എം.എൻ. റോയ്, സ്വരാജ് പാർട്ടി. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. എപ്പോഴാണ്? 1946 ഡിസംബർ 6-നാണ്. ക്ലിയർ ആയോ? ഈ ഇയർ എന്തായാലും മനസ്സിൽ നല്ല പതിച്ചങ്ങോട്ട് വെക്കണം. എന്താ വെച്ചാൽ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്. ഡേറ്റ് നമുക്ക് എന്നും കൺഫ്യൂസിങ് ആവുന്ന ഒരു സംഭവമാണ്. അത് കാരണം തന്നെ ആ ഡേറ്റ് ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ വെക്കണം. 1946 ഡിസംബർ 6-നാണ് നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ അല്ലേ? പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ പൊതുയോഗം നടന്നത്. അപ്പൊ ഒരു സഭ നടക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ഒരു പൊതുയോഗം ഉണ്ടാവും അല്ലെ? ആ പൊതുയോഗം നടന്നത് 1946 ഡിസംബർ 9-ന്. അതേ വർഷം തന്നെ ഡിസംബർ 9-നാണ് എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ ഒരു പൊതുയോഗം തുടങ്ങിയത്. ക്ലിയർ ആയോ? ഭരണഘടനയ്ക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം.എൻ. റോയ്. ആദ്യത്തെ പാർട്ടി സ്വരാജ് പാർട്ടി. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ പൊതുയോഗം നടന്നത് 1946 ഡിസംബർ 9-ന്. 4 പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ഓക്കെ അടിച്ച് നോക്കട്ടെ. ക്ലിയർ ആയോ? ഈ 4 പോയിന്റ് ക്ലിയർ ആയോ? ഇത് കഴിഞ്ഞ ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ടാവും കേട്ടാ. ഓക്കെ അടിച്ച് ഓക്കെ ആണോ? 4 യെസ്. ഓക്കെ സജിത. ഓക്കെ ആദ്യം 4 പോയിന്റ് മനസ്സിൽ വെക്കുക. ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം.എൻ. റോയ്. പാർട്ടി സ്വരാജ് പാർട്ടി. നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ പൊതുയോഗം നടന്നത് ഡിസംബർ 9. 46 ഡിസംബർ 6-നാണ് രൂപീകൃതമായത്. ഡിസംബർ 9-നാണ് എന്തായത്?
ആദ്യ പൊതുയോഗം നടന്നത്, ആ പൊതുയോഗത്തിൽ ഒരു യോഗം നടന്ന ആ പൊതുയോഗത്തിൽ എന്തുണ്ടാവും, എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 207 പേരാണ് ആ പൊതുയോഗത്തിൽ പങ്കെടുത്തത്. എത്ര പേരാണ്? 207 പേര്. അതിൽ 9 ആൾക്കാർ എന്താണ്? വനിതകൾ. അപ്പൊ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9. അത് ക്ലിയർ ആയിട്ട് മനസ്സിൽ വെക്കണം, എന്നും മാറിപ്പോണ ചോദ്യമാണ്. 9 വനിതകളാണ് എന്താണ് ആദ്യ പൊതുയോഗത്തിൽ പങ്കെടുത്തത്. ക്ലിയർ ആണോ? ആദ്യ പൊതുയോഗത്തിൽ പങ്കെടുത്തത് 9 വനിതകളാണ്. അപ്പൊ ടോട്ടൽ പേര് ചോദിക്കാൻ എത്രയാണ്? 207 ആണ്. വനിതകൾ ചോദിക്കുകയാണ് വെച്ചാല് 9 വനിതകളാണ്. ക്ലിയർ ആയോ? അപ്പൊ അത് 5-6 ക്വസ്റ്റ്യൻ എന്തോ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ആദ്യ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. പിന്നെ അത് ആദ്യ പൊതുയോഗം നടന്നത് 1946 1946-നാണ് സഭ രൂപീകൃതമായത്. ആദ്യ പൊതുയോഗം 46 ഡിസംബർ 9-നാണ്. യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207 പേരാണ്. അതിൽ 9 പേരും എന്താണ്? വനിതകളാണ്. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും ക്ലിയർ ആയോ? അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ ആയപ്പം ഒരു താൽക്കാലിക അധ്യക്ഷനെ എന്ത് ചെയ്തു? അവിടെ നിയോഗിച്ചു. അപ്പൊ ആരും ഉണ്ടായില്ല. തൽക്കാലമായിട്ട് ഒരു ലീഡർ, നമ്മൾ സ്കൂളിലൊക്കെ ആണെന്ന് ഒരു ലീഡർ വെക്കൂലേ, അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പേര് അങ്ങനെ തന്നെ പഠിക്കണം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ക്ലിയർ ആയോ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പം താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷനെ ആക്കി. നെക്സ്റ്റ് സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷൻ, ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എപ്പോഴാണ്? 1946 ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്താണ്? ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ സ്ലോവില് പോകുള്ളൂ. സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഉണ്ടോ? വായിച്ചു പോണ പോലെ തോന്നുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയണത്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11. ക്ലിയർ ആണോ? 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനാണ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എപ്പോഴാണ് ചുമതലയേറ്റത്? 1946 ഡിസംബർ 11-നാണ്. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ ആരാ? സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നെക്സ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് H.C. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ H.C. മുഖർജി. മക്കളെ ഇതൊക്കെ നോട്ടായി തന്നെ എഴുതി വെച്ച് പഠിക്കാം. നിങ്ങൾക്ക് എക്സാമിന്റെ തലേ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എന്ത് ചെയ്യണം? നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് H.C. മുഖർജി. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആണോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് H.C. മുഖർജി. ഒന്നും കൂടെ പറയാം. ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് M.N. റോയ്. പിന്നെ പാർട്ടി ആരാണ്? സ്വരാജ് പാർട്ടി. നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പൊതുയോഗം നടന്നത് 1946 ഡിസംബർ 9. യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207 ആണ്. പിന്നെ വനിതകളാണെച്ചാലോ 9 വനിതകളാണുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ആരാണ്? സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായിട്ട് ആദ്യ ചുമതലയേറ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11-നാണ് എന്താണ് രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റത്.
നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ 389. ഇതിലും എന്തുണ്ട്? വനിതകളുണ്ട്. എല്ലാത്തിലും വനിതകളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17 വനിതകളാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ യോഗത്തിൽ പങ്കെടുത്തവരാണ് 207 പേര്. അതിൽ 9 വനിതകൾ. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 389. ആകെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 389. പക്ഷേ യോഗത്തിൽ പങ്കെടുത്തവർ എത്രയാണ്? 207 പേരാണ്. അതിൽ 9 വനിതകളാണ്. ഇതിൽ എത്ര വനിതകളായിരിക്കും? 17 വനിതകളാണ്. ക്ലിയർ ആയോ? ഇത്രയും ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ പറഞ്ഞില്ലേ? 389, 17 വനിതകൾ. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ എടുത്ത സമയം വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതായത് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ് അല്ലെ? എന്താണെച്ചാലും ഭരണഘടനയാണെച്ചാലും ഒരു വീടാണെച്ചാലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാണെച്ചാലും നമുക്ക് എന്താണ്? ഒരു സമയം വേണം. അതുപോലെ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ എടുത്ത സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 വർഷം 11 മാസം 17 ദിവസം. എങ്ങനെയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. പക്ഷെ നമുക്ക് ചില പുസ്തകങ്ങളിൽ 18 ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണ മാക്സിമം അത് 17 ദിവസം തന്നെയാണ്. ആൻസർ വരുമ്പോൾ 17 ദിവസം തന്നെയാണ് നിങ്ങൾ കൊടുത്താൽ മതി. ചില പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് 18 ദിവസം എന്ന് കാണുന്നുണ്ട്. പക്ഷെ 17 ദിവസമാണ് നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ ഉത്തരസൂചികയായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഇത്രയും പഠിച്ചതൊക്കെ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അല്ലെ വെറുതെ കേട്ടു പോകുവാണോ? മനസ്സിലാവുന്നുണ്ടോ? സ്ലൈഡ് കാണിക്കാവോ? കാണുന്നില്ലേ? സ്ലൈഡ് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? സൈഡ് കാണില്ലേ? ദീപ്സ് സൈഡ് കാണുന്നില്ല? സ്ലൈഡ് കാണിക്കാമോ? കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. HC മുഖർജി. ക്ലിയർ ആയോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ 389, 17 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഇങ്ങനെ തിരിച്ചും ചോദ്യം ചോദിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഇയർ ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അല്ലെ? അപ്പൊ 2 ചോദ്യത്തിൽ തന്നെ വരും. 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും. അപ്പം ജവഹർലാൽ നെഹ്റു ഉത്തരം. തിരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഇയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും 1946 ഡിസംബർ 13. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്നാണ് പാസാക്കിയത്? അതായത് അവതരിപ്പിച്ചു, അല്ല ബില്ലായി, അത് പാസാക്കണല്ലോ. പാസാക്കിയത് എന്നാണെന്ന്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്നെന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22. ഇയറും ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. മാറിപ്പോവും. നല്ല അത് പഠിക്കുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? അത് എന്നും സ്ഥിരമായിട്ട് നിൽക്കും. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്ന് 1947 ജനുവരി 22. ക്ലിയർ ആണോ? ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്ന് 1947 ജനുവരി 22.
വീണ്ടും വീണ്ടും മിസ് പറയണ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും 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 ഇപ്പൊ തന്നെ പഠിച്ചങ്ങോട്ട് പോവാ. നോട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് എയിം? നമ്മുടെ മൈൻഡിൽ എത്രത്തോളം ആക്കുന്നോ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുക. കുറെ നോട്ട് എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് ആവില്ല. എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് നോക്കാൻ നോട്ട് ആവശ്യമാണ്. മിസ് പറയണതിന്റെ ഒപ്പം പറഞ്ഞ് അങ്ങോട്ട് പഠിച്ചു പോവുക. പിന്നെ ജസ്റ്റ് ഒന്ന് ഈ നോട്ട് നോക്കിയാൽ മതി. ക്ലിയർ ആണോ പറയണത്? അതുകൊണ്ടാണ് ഈ വീണ്ടും 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 പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസാക്കിയത് എന്ന് 1947 ജനുവരി 22. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് 1946 ഡിസംബർ 13. നെക്സ്റ്റ് സ്ലൈഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. കാണുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. അപ്പൊ എന്നാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്? ഭരണഘടന ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 15 ആ ചോദ്യം നോക്കിയ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എന്നാണ് 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഭരണഘടന ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? നെക്സ്റ്റ്. ഓക്കെ സരിത. താങ്ക് യു പറയുമ്പോ റെസ്പോണ്ട് ചെയ്യാ മക്കളെ. എന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. നിർമ്മാണ സഭയായി മാറിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ എന്തായി അംഗീകരിക്കണം അല്ലെ? അംഗീകരിച്ചത് എന്നാണ് 1949 നവംബർ 26. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണിത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന ചോദ്യമാണിത്. 1949 നവംബർ 26. നവംബർ 26 എന്ത് ദിനമായിട്ട് ആഘോഷിക്കുന്നു? അങ്ങനെയാണ് വെച്ചാൽ ഭരണഘടനാ ദിനം. എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ക്ലിയർ ആയോ? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. നവംബർ 26 ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു? ഏത് ദിനമാണ്? ഭരണഘടനാ ദിനമാണ്. നവംബർ 26 അത് മനസ്സിൽ ക്ലിയർ ആക്കി വെക്കുക. നവംബർ 26 1949 നവംബർ 26. അങ്ങനെ തന്നെ നമ്മുടെ ഭരണഘടനയില് എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. അത് ഭരണഘടന ലിഖിതമായിട്ടുണ്ട്. ഭരണഘടനയെ 2ആക്കി ഭാഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും. ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയെ എത്രയായി ഭാഗിച്ചിട്ടുണ്ട്? 2ആയി ഭാഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ. അപ്പൊ ചോദിക്കും, ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം ഏതാണ്? ഭരണഘടനയില് ഇന്ത്യയാണ് ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം പറയുന്നത്. അലിഖിത ഭരണഘടനയ്ക്ക് ഏതായിരിക്കും? ബ്രിട്ടൻ ആണ് അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലാണ് എന്താണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. നമുക്ക് പെട്ടെന്ന് തോന്നും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നും എന്താണ്? അമേരിക്ക ഒക്കെ വലുതല്ലേ, അപ്പൊ അമേരിക്ക ആയിരിക്കും. പക്ഷെ അല്ല, നമ്മുടെ ഇന്ത്യയാണ് ലിഖിത ഭരണഘടനയുള്ള രാജ്യം. വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏതാണ്? അമേരിക്ക. അപ്പൊ ക്ലിയർ ആയോ? ഭരണഘടനയെ 2ആയി ഭാഗിച്ചിട്ടുണ്ട്. ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ, അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ഏറ്റവും വലിയ ലിഖിത ഭരണയുള്ള രാജ്യം
ഇന്ത്യ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. അപ്പൊ ഈ ഭാഗം മുതൽ നോക്കിയേ, ഭരണഘടനയെ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ, അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏതാണ്? ഇന്ത്യ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. പിന്നെ നെക്സ്റ്റ്, ഭരണഘടനയുടെ കവർ പേജ് ഭരണഘടന നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിന്റെ കവറിലെ കവർ പേജ് അല്ലെ, കവർ പേജ് എല്ലാവർക്കും ഭരണഘടന കണ്ടിട്ട് അല്ലെ, അംബേദ്കർ ഇങ്ങനെ കണ്ണടം വെച്ച് നിൽക്കണ ആ ഒരു സംഭവം നമുക്ക് എന്നും ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ് അല്ലെ, അംബേദ്കറിന്. അപ്പൊ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ. BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അല്ല, സ്പീഡ് ആവുന്നുണ്ടോ? വീണ്ടും 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 പറയുന്നത് തലയിൽ ഉറച്ചിങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ്. വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇങ്ങനെ വീണ്ടും കേട്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഈ ഭരണഘടന മിസ് എടുത്ത എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് മിസ് വീണ്ടും 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ മക്കളെ? അല്ലാതെ വീണ്ടും എന്താ മിസ് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകണം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും എന്താവണം? നിങ്ങൾ ഈ ഭാഗം മൊത്തം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചു മാറിയാലേ എന്താവുള്ളൂ. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിത് പഠിക്കാതെ വെറുതെ ഇങ്ങനെ നോട്ട് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചങ്ങോട്ട് പഠിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം അത് കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് നമ്മുടെ മനസ്സിൽ കയറി വരും. വീണ്ടും അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണ് അഖില, ഓക്കെ ആണ് ധന്യ, രജീഷ് ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു കേട്ടോ. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് മിസ്സിന് മനസ്സിലാവുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇത് ക്ലിയർ ആണോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതുവരെ ഈ എടുത്തത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചു.